ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സാധാരണ മൊബൈൽ ഫോണുകൾ കംപ്ലൈൻ്റായിട്ട് നെറ്റ്വർക്ക് കംപ്ലൈൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു തപ്പലുണ്ടാകാറുണ്ട്. എവിടെ തൊട്ട് തുടങ്ങണം, എവിടം തൊട്ട് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തപ്പലുണ്ടാകാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ബേസിക് വീഡിയോ ആണ് ഇത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളൊരു ഫോണ് നെറ്റ്വർക്ക് കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിന് IMEI നമ്പറുണ്ടോ, IMEI നമ്പർ മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ ചില ഫോണുകളിലൊക്കെ IMEI മിസ് ചെയ്ത് വരാറുണ്ട്. അങ്ങനെ ഉണ്ടെന്നൊരു നിങ്ങൾ ആദ്യം *#06# എന്ന് അടിച്ചു നോക്കണം. അടിച്ചു നോക്കിയേച്ച് അതിൽ IMEI നമ്പർ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ചില ഫോണിൽ കാണിക്കില്ല, ചില ഫോണിൽ ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും, ചില ഫോണിൽ 000 എന്നായിരിക്കും, ചില ഫോണിൽ ഒന്നും കാണിക്കില്ല, IMEI നെറ്റ് ബ്ലാങ്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഈ IMEI റൈറ്റ് ചെയ്താൽ തന്നെ നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ആകുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഇത് നോക്കുക. അല്ലാതെ ഫോണ് നെറ്റ്വർക്ക് പ്രശ്നമാണെന്ന് കണ്ട് പടയെന്നഴിച്ച് സിമ്മിട്ട് നോക്കിയാൽ പടയെന്നഴിച്ച് പണിയാൻ നിൽക്കരുത്. ആദ്യം ഇത് ഓർമ്മയിലിരിക്കട്ടെ. IMEI നമ്പർ ചെക്ക് ചെയ്യുക. അപ്പോൾ 2 സിമ്മുള്ള ഫോണാണെന്നൊരു 2 IMEI നമ്പർ കാണിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് IMEI ഓക്കെ ആണെന്നൊരിൽ നേരെ ഫോൺ അഴിച്ച് നിങ്ങൾ ഈ ആൻറ്റിനയുടെ ഈ കണക്ടറിൽ എവിടെയെങ്കിലും ക്ലാവോ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ, ഇവിടെ എന്തെങ്കിലും ഫംഗസോ വാട്ടർ ഡാമേജോ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ആൻറ്റിന ഇവിടെ മുട്ടിയിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് പിടിക്കത്തില്ല. സാധാരണ നെറ്റ്വർക്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ നെറ്റ്വർക്കൊന്നും കാണിക്കുന്നില്ല, ചുമ്മാ ഇങ്ങനെ റെഡ് സിമ്പിൾ വരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം ഒന്നുകിൽ ഇവിടെ 2 ഈ ആൻറ്റിനയുടെ ലെഗുകൾ മുട്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷന് ആ സർക്യൂട്ട് കിട്ടുന്നില്ല, ആ സിഗ്നൽ കിട്ടുന്നില്ല എന്നൊരിൽ അങ്ങോട്ട് നെറ്റ്വർക്ക് കാണിക്കത്തില്ല. അപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂറ്റി നോക്കി കഴിഞ്ഞാൽ ഈ മിക്കവാറും ഉള്ള ഫോണിലെല്ലാം ഈ എക്സ്റ്റേണൽ ആൻറ്റിനയ്ക്ക് തൊട്ട് മുമ്പ് ഒരു കപ്പാസിറ്റർ വെച്ചിരിക്കും സീരീസ് ആയിട്ട്. ആ കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡ് വരെ ഇവിടുന്ന് കാണിക്കണം, അപ്പുറത്തെ സൈഡിൽ കാണിക്കില്ല. അപ്പുറത്തെ സൈഡിൽ നിന്ന് പിന്നെ എക്സ്റ്റേണൽ ആൻറ്റിനയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സിഗ്നൽ അങ്ങോട്ട് പോയിക്കോളും. അത് കപ്പാസിറ്റർ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ വെച്ചേക്കുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ആൻറ്റിന എടുത്തു കഴിഞ്ഞാൽ വലിയ 2 പോയിൻറ്റും 2 കുഞ്ഞു ഡോട്ടും കാണാം. ഈ 2 കുഞ്ഞു ഡോട്ട് തമ്മിൽ നിങ്ങളിപ്പോൾ എക്സ്റ്റേണൽ ആൻറ്റിനയുടെ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പുറത്തോട്ട് കറണ്ട് വരുന്നില്ലെന്നോ സിഗ്നൽ വരുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്പെയർ എടുക്കുക, എന്നിട്ട് ഈ 2 ചെറിയ പോയിൻ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെയാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഈ സിഗ്നൽ ആദ്യമേ പോകുന്ന ആദ്യത്തെ സ്പെയർ എന്നൊക്കെ പറയുന്നത് ഈ PF എന്ന് പറയുന്ന സാധനമാണ്. ഈ PF ലേക്കാണ് ഈ സാധനം കയറുന്നത്. സിഗ്നലിൻ്റെ എല്ലാ പരിപാടിയും പിടിച്ചെടുക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് PF ആണ്. അപ്പോൾ ഈ PFൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യതയുള്ള ഒരു സ്പെയറാണ്. പിന്നെ ഈ ക്രിസ്റ്റൽ. അപ്പോൾ ഇതിന് 4 ലെഗുണ്ട്. ഇത് താഴെ വീണാലൊക്കെ ഒരു ലെഗ് പോകാൻ സാധ്യതയുണ്ട്. ഒരു ലെഗ് പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാണിക്കും. മിക്കവാറും എല്ലാ ഫോണിലും സെയിമുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ, അതായത് IMEI നമ്പർ നോക്കുക, സിഗ്നൽ കറക്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ടോ എന്ന് നോക്കുക, സ്പെയറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ IC റിപ്പയർ ചെയ്യാൻ തുടങ്ങാവൂ. PF ഒക്കെ മാറ്റുമ്പോൾ എപ്പോഴും ഇച്ചിരി ഹീറ്റ് കുറച്ച്, ഹീറ്റ് അധികം തട്ടാതെ കൊണ്ട് തന്നെ PF ഒക്കെ ഉറപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കോമൺ ആയിട്ടുള്ള ചില നെറ്റ്വർക്കിൻ്റെ കാര്യത്തെപ്പറ്റി പറയാനായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.